ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക് യു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കമ്മലാണ് കേട്ടോ. കുറേ വർഷം, ഒരു 4-5 വർഷമായി. അപ്പോൾ എൻ്റെ ഒരു കസിൻ എന്നോട്, ഡിസ്റ്റൻറ്റ് കസിനാണ്, അപ്പോൾ എപ്പോഴും ചോദിക്കും ഇടാനായിട്ട്. അപ്പോൾ ഞാൻ വേറൊരു കമ്മൽ, സാധാരണ ഞാൻ ഇടുന്ന കമ്മലിൻ്റെ കൂടെ പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് ടെൻഷനിലാണ്, ഒരുപാട് വൈകി, 12:30 അപ്പോൾ ഈ വീഡിയോവും 2 പേര് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർ കുറേ പേരാണ് അല്ലേ. അപ്പോൾ നമ്മൾ മാറ്റം ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെൻ്റെ തോട്ടിലുണ്ടായ, എൻ്റെ മനസ്സിലുണ്ടായ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മാറ്റമാണ് കേട്ടോ. അത് പേഴ്സണലായിട്ടുള്ള ഒരു മാറ്റം ഞാൻ പറയുന്നില്ല. അപ്പോൾ എനിക്കുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ചിലവർക്കൊക്കെ ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. ഇത് വന്നിട്ട് നിങ്ങൾ ഒരുപാട് ഇതേപോലെയുള്ള ചവറ് പോലെയുള്ള മോട്ടിവേഷൻ വീഡിയോകളൊക്കെ ഉണ്ടാകും. എന്നെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ കാണുമല്ലോ മോട്ടിവേഷൻ ഓരോ വീഡിയോകളും. അപ്പോൾ നിങ്ങൾ എല്ലാം ഇത് കോപ്പി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ റിയലായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പം നിങ്ങളിങ്ങനെ ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ഓരോ മോട്ടിവേഷൻ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല. ഓരോന്നും കാണുമ്പോൾ കേട്ടോ, യൂട്യൂബിൽ ഓരോന്നും കാണുമ്പോൾ നിങ്ങൾ കോപ്പി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് റിയലായിട്ട് തോന്നുന്നത്, ഞാൻ റിയലായിട്ട് തന്നെയാണ് ഞാൻ ഇടുന്നത്. എവിടെ നിന്നും കോപ്പി അടിച്ചിട്ടും, അല്ലെങ്കിൽ വായിക്കുകയൊക്കെ ചെയ്യും പണ്ടൊക്കെ, അങ്ങനെ കോപ്പി അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എനിക്കുള്ള അനുഭവങ്ങളും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളങ്ങനെ കോപ്പി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ സമയത്തിനും ഇങ്ങനെ ഈ മോട്ടിവേഷനോ അല്ലെങ്കിൽ ഏത് മോട്ടിവേഷൻ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങളുടെ സമയത്തിനും സന്ദർഭത്തിനും സിറ്റുവേഷനും അനുസരിച്ച് റിയലായിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ ഇതിൽ ഓരോ ഇങ്ങനെ ടിപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നിങ്ങളുടെ ഇതിൽ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉചിതമായി തോന്നുന്നത് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സാഹചര്യത്തിനും സമയത്തിനും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ തീർച്ചയായും സക്സസ് ആവും കേട്ടോ. അപ്പോൾ എൻ്റെ വിജയിച്ച കാര്യങ്ങളാണ് ഞാൻ ഇതുവരെയുള്ള മോട്ടിവേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ, വെറുതെ വാചകം അടിക്കുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തുടങ്ങിക്കോളൂ കേട്ടോ. ഞാൻ ഒരു തമാശ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങണമെങ്കിൽ ഇനിയെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ്, അതായത് ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെടും കേട്ടോ. ഇങ്ങനെ ബാഡ് ഹാബിറ്റ് എന്ന് ആദ്യം പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും കുടിക്കുന്നതോ അങ്ങനെ വെള്ളം അടിക്കുക, അങ്ങനെയൊന്നുമല്ല. ഏത് ഹാബിറ്റും, മടി പിടിച്ചിരിക്കുന്നതായാലും എന്തായാലും എല്ലാം ഉൾപ്പെടും കേട്ടോ. അപ്പോൾ ഏത് ബാഡ് ഹാബിറ്റും ഒക്കെ മാറ്റി പുതിയ ഒരു ചേഞ്ച് വരുത്തി ജീവിതം നയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഒരു ഒരു വ്രതം പോലെയോ നമ്മൾ ഒരു ശപഥം എടുക്കരുത് കേട്ടോ. അത് ഞാൻ എടുത്ത് പറയാണ്. അങ്ങനെ ചെയ്യുന്നവർ, മാറ്റിയെടുക്കണം, ജീവിതം ചേഞ്ച് വരുത്തണം എന്നുള്ളവരൊക്കെ ഒരു വ്രതമായിട്ടോ അല്ലെങ്കിൽ ഒരു മാലയിടലായിട്ടോ വഴിപാടായിട്ടോ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. ഇത് മതപരമായിട്ടോ ഉള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. മതത്തിനെക്കുറിച്ച് ഇതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. മാലയിടൽ, വഴിപാട് അങ്ങനെയൊക്കെ പറയുമ്പോൾ മതത്തിൻ്റെ പേരിലൊന്നും നിങ്ങൾ കമൻ്റ് ഇടണ്ട. അതൊന്നും അല്ല. ഞാൻ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്. നമ്മൾ ഏത് കാര്യത്തിന് പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ ഓരോന്ന് നേർച്ചകളും വഴിപാടുകൾ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അതൊന്നും ഞാൻ തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലൊന്നും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ആ നേർച്ചയിലൂടെ പെട്ടെന്ന് അത് ശരിയായി വരും, അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് അങ്ങനത്തെ ഇതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ചേഞ്ച് ആക്കാൻ നോക്കണ്ട കേട്ടോ. ഈ നേർച്ച വഴിപാട് അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ അതിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ചേഞ്ച് ആകും അല്ലെങ്കിൽ മാറ്റം വരുത്തും, അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കേണ്ട കേട്ടോ. ഇതൊക്കെ എല്ലാവരുടെയും മിഥ്യാധാരണയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല.
പക്ഷേ ചേഞ്ച് ഒരിക്കലും വരില്ല കേട്ടോ. ഞാൻ പറയാം, ചേഞ്ച് ഒരിക്കലും വരില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ മനസ്സിനെ തന്നെ ഒരു എന്താണ് ഈ നേർച്ചയിലും ഇതിലും വഴിപാടിലും കൂടെയൊക്കെ നമ്മൾ ആ ചേഞ്ചിനെ മനസ്സിനെ തന്നെ ആ ഒരു കൺട്രോളിൽ തന്നെ അങ്ങനെ നമ്മൾ കൊണ്ടുപോയാൽ നമുക്കത് ഒരു ചേഞ്ചായി വരും കേട്ടോ. അപ്പോൾ ഏത് തരത്തിലുള്ള നോൻപാണെങ്കിലും അത് എന്താ പറയുക, ഇപ്പോൾ നോൻപ് വ്രതം എന്നൊക്കെ പറയുമ്പോൾ ഏത് തരത്തിലുള്ള, ഇപ്പോൾ നമ്മളുടെ റംസാൻ നോമ്പായാലും ക്രിസ്ത്യാനികളുടെ നോമ്പ്, ഹിന്ദു അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങനെയുള്ള ഏത് മതക്കാരുടെ നിങ്ങളുടെ വ്രതം നോമ്പായിക്കഴിഞ്ഞാലും അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ചിട്ടവട്ടം മാത്രമാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. അതായത് നമ്മൾ നോമ്പ് വന്നു, അപ്പം നമ്മൾ ആ നോമ്പിൽ ഓരോരുത്തർക്കും ഓരോ മതത്തിൽ ഓരോ രീതിയായിരിക്കും. ഇപ്പം ഞങ്ങളുടെ ഇതിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇത്ര നാളും ഇറച്ചി മീനൊക്കെ കഴിച്ചല്ലോ, അപ്പം നമ്മൾ പച്ചക്കറി മാത്രമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗക്കാർ മത്സ്യവും മാംസവും ഒക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ നോൻപ് വയ്ക്കാൻ തുടങ്ങും. പക്ഷേ ഈ നോൻപ് അങ്ങനെ ഈ എന്താ പറയുക, ഒരു ആചാരങ്ങളോട് കൂടിയാണ് നോൻപിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ആചാരങ്ങളോടുകൂടിയാണ് വ്രതം അനുഷ്ഠിക്കുന്നത് ഓരോരുത്തരും. വ്രതം എന്ന് മാത്രമല്ല, നമ്മൾ ഇപ്പം മാലയിടുന്നതിനായാലും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്യും. പക്ഷേ അത് നമ്മൾ എന്താണ്, അത് നമുക്ക് ഒരു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് എന്ത് വരുത്തുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് സജ്ജമാക്കാൻ, അല്ലെങ്കിൽ ഒന്ന് ക്രമീകരിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഞാൻ മുകളിൽ പറഞ്ഞ നോൻപ് വഴിപാട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മളെ ഒന്ന് സജ്ജമാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളെ ചേഞ്ചൊന്നും ആക്കില്ല. നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ പഴയ പടിയാണ്. അതാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മളുടെ മനസ്സിനെ ഇതോടൊപ്പം തന്നെ നമ്മളുടെ മനസ്സിനെ ഒരു വരുതിയിൽ നിർത്തുക. ഇതോടൊപ്പം തന്നെ പിന്നെ ആ വ്രതം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് മാറരുത്. നമ്മളുടെ മനസ്സിനെ ഒരു കൺട്രോളിൽ നിർത്തണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതൊന്നും ചെയ്യുന്നത് തെറ്റല്ല എന്നല്ല, ഇതോടുകൂടി അങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത്. ഇങ്ങനെ എടുക്കുന്നതോടുകൂടി എല്ലാം ശരിയാകും പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വിടുകയും ചെയ്യും. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഈ ചിട്ടവട്ടത്തോടു കൂടി നമ്മളുടെ ആ മനസ്സിനെ എന്താണ് നമ്മളെ ക്രമീകരിക്കാനും നമ്മളെ സജ്ജമാക്കാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതോടുകൂടി തന്നെ നമ്മൾ അതേപോലെ കൺട്രോളിൽ കൊണ്ടുപോവുക. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ശരീരത്തിനെ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. മനസ്സിനെ നമ്മൾ 100-ൽ 99% മനസ്സിനെ കഴുകിക്കളയുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോന്നറിയില്ല. ഇതോടുകൂടി മനസ്സിനെയും കൂടി നിങ്ങൾ ദുഷിച്ച ആ ചിന്തകളെയും ദുഷിച്ച ആ മാലിന്യങ്ങളെയും ഒക്കെ കഴുകിക്കളയുക കേട്ടോ. അപ്പോൾ അങ്ങനെ പലരും ചെയ്യാറില്ല. ഇങ്ങനെയൊക്കെ എടുക്കുന്നതോടുകൂടി ശരീരത്തെ മാത്രമാണ് ആ സമയത്ത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും പഴയ പടിയാണ്. അപ്പോൾ അതോടുകൂടി അതൊരു പോയിൻ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഏത് ചേഞ്ച് വരുത്താൻ തുടങ്ങുമ്പോഴും ഇങ്ങനെ ഒരു വ്രതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ട് അതോടുകൂടി നമ്മളുടെ മനസ്സിനെയും കൺട്രോൾ ചെയ്തിട്ട് നമ്മളുടെ മനസ്സിലുള്ള ദുഷ്ചിന്തകളെയും വേണ്ടാത്തതിനെയൊക്കെ കഴുകിക്കളയുക കേട്ടോ. അപ്പോൾ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഈ വ്രതം അത് എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് റിയലായിട്ടുള്ള എൻ്റെ മനസ്സിലത്തെ അതാണ്. നമ്മളെ ഒന്ന് ചിട്ടപ്പെടുത്താനും ഒന്ന് സജ്ജമാക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൽ കൂടി ഇതോടുകൂടി നമ്മളുടെ ആ ഒരു ചിട്ടപ്പെടുത്തി ക്രമീകരിച്ച് ആ മനസ്സിനെ കൺട്രോളിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് ഒരു ചേഞ്ച് വരുത്താം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ രീതികൾ. അപ്പോൾ ഞാൻ 2-3 പോയിൻ്റ് എഴുതി വെച്ചു, ചിലപ്പോൾ എനിക്ക് മറന്നു പോകും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആവും കേട്ടോ. പിന്നെ ഒരു മനസ്സ് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇതിൻ്റെ തന്നെ ഈ നോൻപിൻ്റെ നോൻപ് നമ്മൾ വെച്ചിട്ട് എങ്ങനെ അത് സക്സസ് ആകും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു മസിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മസിൽ ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് ഒരു ശരീരമൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിന് ഒരു മസിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം ജിമ്മിൽ പോകും അല്ലേ? അപ്പോൾ ജിമ്മിൽ പോയിട്ട് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. മറ്റവർ ഒരു ജിമ്മിൻ്റെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് ആക്കിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കഴിയുമ്പോഴേക്കും നമ്മളത് നിർത്തിപ്പോരും. അപ്പോൾ ആ മസിൽ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം അല്ലെങ്കിൽ അതിന് എഫേർട്ട് എടുത്ത്
നല്ല എഫേർട്ടാണ് അത് വിജയിച്ച് വരണമെന്നുണ്ടെങ്കിൽ. നല്ലൊരു മസിൽ ഉണ്ടായി വരണമെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം എടുക്കും ഒരു ചെറിയ മസിൽ വരാൻ തന്നെ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം പോകുന്നവരൊക്കെ ഫ്ലോപ്പാകും. ആ ഒരു എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ പോലെ കോപ്പി അടിച്ച് പോകുന്നവരായിരിക്കും. അപ്പോൾ അവർ പോയ ഉടനെ തന്നെ അവർ തിരിച്ച് അത് നിർത്തുകയും ചെയ്യും. അല്ല, ആ മസിൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ മാസങ്ങളോളം വർഷങ്ങളോളം ആ ചെറിയ മസിൽ തന്നെ ശരീരത്തിൻ്റെ ഓരോ പാർട്സിനെയും അവർ ഡെയിലി മുടങ്ങാതെ ജിമ്മിൽ പോയിട്ട് അവർ എഫേർട്ട് ചെയ്ത്, നല്ല എഫേർട്ടുണ്ട്, എഫേർട്ട് ചെയ്തിട്ടാണ് അവർ ആ ഒരു മസിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ നമ്മൾ ഓരോ ചേഞ്ച് വരുത്തുമ്പോഴും നമ്മൾ നോൽമ്പും വ്രതവും ഒക്കെ എടുത്ത് നമ്മൾ അതേ രീതിയിൽ നമ്മൾ എഫേർട്ട് എടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് കാര്യമില്ല. അങ്ങനെയൊന്നും നമുക്ക് ഒന്നും ചേഞ്ച് ആക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ജീവിതം ഒരു മടി പിടിച്ചും അലസതയിലും എപ്പോൾ തുടങ്ങാം, എന്ത് ബാഡ് ഹാബിറ്റും നമുക്ക് മാറ്റാമെന്ന് ആലോചിച്ചിരിക്കുന്നവർക്കാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ തുടങ്ങുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, തുടങ്ങിക്കോളൂ. ഒരു മാറ്റം എങ്ങനെയായാലും നിങ്ങൾക്ക് വരും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കോപ്പി അടിക്കണ്ട. ഇതിലെ നല്ല ടിപ്പുകളൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ സിറ്റുവേഷനും സന്ദർഭങ്ങൾക്കൊക്കെ അനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തിയ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേഞ്ച് വരും. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, ഇത് കണ്ടിട്ട് ആഗ്രഹിക്കാൻ തോന്നുന്നവർക്ക് എല്ലാവർക്കും പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് തീർച്ചയായിട്ടും ഇടണം പറഞ്ഞ എൻ്റെ ഒരു എന്താ പറയുക, ഒരു കസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവരും ജീവിക്കാൻ മറന്നുപോയവർക്കും ഒക്കെയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.